പഹൽഗാമിൽ മരിച്ച ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെ സംസ്കാരം ഇന്ന് രാവിലെ 7:30 മുതൽ 9:30 വരെ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനം. തുടർന്ന് 11-ന് ഇടപ്പള്ളി പൊതുശ്മശാനത്തിൽ സംസ്കാര ചടങ്ങ്. വിവരങ്ങളുമായി സഹിൻ ആന്റണിയും ആസിം മുഹമ്മദും ചേരും. സഹിൻ, സർക്കാരിനെ പ്രതിനിധീകരിച്ച് ആരൊക്കെയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുക? അഞ്ജലി, കൊല ചെയ്യപ്പെട്ട രാമചന്ദ്രൻ്റെ മൃതദേഹം ഇപ്പോൾ എറണാകുളത്തെ റിനൈ മെഡിസിറ്റി മോർച്ചറിയിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ നിന്നും രാവിലെ 7 മണിയോടുകൂടി നമ്മളിപ്പോഴുള്ള ചങ്ങമ്പുഴ പാർക്കിലേക്ക് എത്തിക്കും. ഇവിടെ രാവിലെ 7 മുതൽ 9:30 വരെയാണ് പൊതുദർശനത്തിന് സമയം അനുവദിച്ചിട്ടുള്ളത്. ആ 7 മുതൽ 9:30 വരെ നിരവധി ജനങ്ങൾ ഇങ്ങോട്ടേക്ക് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. 9:30 മുതൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഈ മൃതദേഹം കൊണ്ടുപോകും. അവിടെ നിന്ന് 12 മണിയോടുകൂടിയായിരിക്കും എടപ്പള്ളി NSS കരയോഗത്തിൻ്റെ പൊതുശ്മശാനത്തിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കുക. എന്തായാലും രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് മൃതദേഹം കൊണ്ടുവരുന്നതിന് വേണ്ട നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജനങ്ങൾക്കേറെ പ്രിയങ്കരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു രാമചന്ദ്രൻ. മാത്രമല്ല, നല്ല രീതിയിൽ പൊതുപ്രവർത്തനം നടത്തിയിരുന്ന ആളുകളുമായി അടുത്തിടപഴകിയിരുന്ന, വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നും ടൂറ് പോകുമ്പോൾ പോലും തങ്ങളുടെ അയൽവാസികളുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടും എല്ലാം വളരെ അടുത്ത് സംസാരിച്ചിരുന്നു. തിരിച്ചു വരുന്നതുവരെ വീട് ഒന്ന് സംരക്ഷിക്കണമെന്ന് ഇവരോടൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതൊക്കെ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള മനുഷ്യർ കൂടിയാണ്. എങ്ങനെയാണ് ഈ മൃതദേഹം ഇവിടെ എത്തിക്കുന്നതിന് വേണ്ട നടപടികളൊക്കെ ഒന്ന് ആരംഭിച്ചിട്ടുണ്ട്? റിനൈ മെഡിസിറ്റിയിൽ നിന്ന് ഞങ്ങളുടെ സംഘപ്രവർത്തകർ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടെ നിന്ന് അലങ്കരിച്ച് ഫ്രീസറിൽ തന്നെ അലങ്കരിച്ചാണ് ഇവിടെ കൊണ്ടുവരുന്നത്. 7 മണിയോടെ ഇവിടെ എത്തിക്കും. 7 മണി മുതൽ 9 മണി 9:30 വരെ ആണ് ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത്. അത് കഴിയുമ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകും. വീട്ടിലേക്ക് കൊണ്ടുപോകും. വീട്ടിലെ മറ്റുള്ള അന്ത്യ കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് അവിടെ നിന്ന് 11:30 കഴിയുമ്പോൾ ശ്മശാനത്തിലേക്ക് എടുക്കും. ഏറെക്കുറെ 12:30 കഴിയുമ്പോൾ സംസ്കാരം 12:30 സംസ്കാരം കഴിയും. അതിനുശേഷം ഇവിടെ ഈ ജംഗ്ഷനിൽ, ദേവംകുളങ്ങര ജംഗ്ഷനിൽ അനുശോചന യോഗം സംഘടിപ്പിക്കുന്നുണ്ട്. ആരൊക്കെയാണ് നിങ്ങളുടെ എത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത്? കൃത്യമായിട്ട് അറിയില്ല, ഇപ്പോഴും പറഞ്ഞിട്ടില്ല. 12:30 ഇവിടെ അനുശോചന യോഗം. രാമചന്ദ്രൻ വളരെ അടുത്ത് ഇടപഴകുന്ന അടുത്ത് ഞങ്ങളുടെ വളരെ ഈ സംഘം ആയിട്ട് നേരത്തെ ഇപ്പോൾ ഞങ്ങളുടെ സേവാഭാരതി ഏത് സേവന പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ ഒപ്പം ഒരുമിച്ചുണ്ടായിരുന്നതാണ്. അത് ഞങ്ങൾക്ക് വളരെ നികത്താനാവാത്തൊരു വിടവാണ്. അതൊരു ഞങ്ങൾക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ആദ്യം കേട്ട ഈ ഷോക്ക് ഇത് കേട്ടപ്പോൾ, ന്യൂസ് കേട്ടപ്പോൾ ഞങ്ങൾക്ക്, കാരണം തലേദിവസം തോന്നുന്നു വീടൊക്കെ വലിയ നല്ല രീതിയിൽ അലങ്കരിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. ഗാർഡനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടി. രണ്ടുപേരും അതാണെങ്കിൽ ആ ഹസ്ബൻഡും വൈഫും എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്ക് ഒരു ഐഡിയൽ കപ്പിൾ എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ അത് അത്രയ്ക്ക് വീട് പോയി കാണേണ്ടത് തന്നെയാണ്. അതുപോലെ എല്ലാ കാര്യങ്ങളിലും ഒരു ചിട്ടയും ഒക്കെയുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പം തന്നെ ഈ കൊലപാതകത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അക്ഷരത്തിൽ നിന്ന് ഞെട്ടിപ്പോയി. തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ ആദ്യമേ ഈ സംഘപ്രവർത്തകരാണ് ആദ്യം ഇവിടെ ഇൻഫർമേഷൻ അവർക്ക് കിട്ടിയിട്ട് നമ്മൾ ആദ്യം അറിഞ്ഞത്. ആരോടത് പറഞ്ഞില്ല. കാരണം ഈ മറ്റുള്ളവർക്കൊരു എല്ലാവർക്കും ഷോക്കാവും. അതുകൊണ്ട് തന്നെ ആരോടും പറഞ്ഞില്ല. ഇദ്ദേഹം എന്തായിരുന്നു, ഞാൻ ചോദിച്ചത്, ഇദ്ദേഹം നേരത്തെ ദുബൈയിലായിരുന്നു ജോലി എടുത്തിരുന്നത്? എന്തായിരുന്നു? ഖത്തറിലായിരുന്നാണ് കേട്ടത്. ഞാൻ അതിന് ശേഷമുള്ള പരിചയമുള്ളൂ. എങ്കിലും അതിനുശേഷം ഇവിടെ വന്നിട്ട് AVMൻ്റെ ഒരു ഏജൻസി, AVM കാലിത്തീറ്റയുടെ ഏജൻസി എടുത്തിട്ട് അദ്ദേഹം AVM രാമചന്ദ്രൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇവിടെ. അതുതന്നെയാണ് ഈ പറയുന്നത് പോലെ ആളുകൾക്കൊക്കെ ഏറെ പ്രിയങ്കരനായിട്ടുള്ള, വളരെ അടുത്തിടപഴകിയിരുന്ന ഒരാൾ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗം ഈ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും നാട്ടുകാരെയും സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും ഈ ഘട്ടത്തിൽ പോലും അവർക്കൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നേരത്തെ തന്നെ അദ്ദേഹം ഇവിടെ നിന്നും പോകുന്ന ഘട്ടങ്ങളിൽ പോലും ആളുകളോടൊക്കെ സംസാരിച്ചിരുന്നു. വീടൊക്കെ ഒന്ന് സംരക്ഷിക്കണം, കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോയത്. പക്ഷേ മകളുടെ മുന്നിൽ വെച്ച് തന്നെ അതിദാരുണമായി അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ആ മകളുടെ വാക്കുകളൊക്കെ നമുക്ക് ഇന്നലെ തന്നെ കേട്ടതാണ്. ആ മകൾ പറയുന്നത് അവിടെ പ്രാദേശികമായ കശ്മീരികളുടെ സഹായം വലിയ രീതിയിൽ അവർക്ക് ലഭിച്ചിരുന്നു. അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ അച്ഛന് വെടിയേറ്റ് തൻ്റെ മുന്നിൽ വെച്ചാണ് അച്ഛന് വെടിയേൽക്കുന്നത്. ആ സമയത്ത് കിട്ടിയ ഒരു ധൈര്യം കൊണ്ട് മാത്രമാണ് ഈ 2 കുഞ്ഞുമക്കളെയും കൊണ്ട് അമ്മയെ ഈ വിവരങ്ങളൊന്നും അറിയിക്കാതെ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞത് എന്നൊക്കെ ആ മകൾ പറയുകയുണ്ടായി. ഏതായാലും ഭാര്യ ഷീലയോടൊപ്പം അദ്ദേഹം ഇവിടെ നിന്നും യാത്ര പുറപ്പെടുകയും പിന്നീട് ഭാര്യ ഷീലയ്ക്ക്
ഹൃദ്രോഗം, ഹൃദയ സംബന്ധമായ ചില അസുഖങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ട്രക്കിങ്ങിന് പോയപ്പോൾ ഭാര്യയെ കൂട്ടിയിരുന്നില്ല. പകരം മകളും 2 കുഞ്ഞുമക്കളും ഇദ്ദേഹം രാമചന്ദ്രനും ഒരുമിച്ചായിരുന്നു ഈ ട്രക്കിങ്ങിന് പോയത്. ആ ട്രക്കിങ്ങിന് പോകുന്ന സമയത്ത് പോലും അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു. പക്ഷേ അതിനിടയിലാണ് അതിദാരുണമായ ഈ ആക്രമണം ഉണ്ടാകുന്നത്. ഈ ആക്രമണം ഉണ്ടായപ്പോൾ പോലും മകളെയും 2 കുഞ്ഞുമക്കളെയും സംരക്ഷിക്കുന്നതിന് വേണ്ട നടപടികളായിരുന്നു അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. മാത്രമല്ല വലിയ രീതിയിൽ മകൾ പോലും ആ സമയത്ത് ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ കുഞ്ഞുങ്ങളെയൊക്കെ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞത്. കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാർക്കൊന്നും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വിയോഗവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേർപാടോ വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം വലിയ രീതിയിൽ സംരക്ഷണം ഒരുക്കിയിരുന്ന, നാട്ടുകാരുടെയൊക്കെ അടുത്തിടപഴകിയിരുന്ന, നാട്ടുകാർക്കൊക്കെ ഏറെ പ്രിയങ്കരനായിരുന്ന ഒരു വ്യക്തി, BJPയുടെ ജില്ലാ കൗൺസിലിലേക്കൊക്കെ മത്സരിച്ച ആ ഒരു വ്യക്തി, നാട്ടുകാർക്ക് ഏത് സമയത്തും എന്തിനും ഓടിച്ചെല്ലാൻ കഴിയുന്ന ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ ഇന്നലെയൊക്കെ CPMൻ്റെ അഗ്നിജ്വാല, ഭീകരവാദത്തിനും മതതീവ്രവാദത്തിനുമെതിരെ അഗ്നിജ്വാലയെല്ലാം നടന്നത് ഇവിടെയായിരുന്നു. അവർ പോലും പറയുന്നൊരു കാര്യം, ഈ രാമചന്ദ്രൻ്റെ വേർപാടെന്ന് പറയുന്നത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പോലീസൊക്കെ വലിയ നിയന്ത്രണമാണ് ഇവിടെ ഏർപ്പെടുത്തുന്നത്. ഇതുവഴിയുള്ള ഗതാഗത നിയന്ത്രണം കാര്യമായി തന്നെ ഉണ്ടാകും. വാഹനങ്ങൾ കടത്തിവിടുന്നതും ഒപ്പം തന്നെ ആളുകളെ കടത്തിവിടുന്നതിലൊക്കെ കാര്യമായ നിയന്ത്രണം ഉണ്ടാകും. ഈ ഒരു വഴി കൂടി മാത്രമേ ഗതാഗതം ഇന്ന് അനുവദിക്കുകയുള്ളൂ. ഈ രാവിലെ 9:30 വരെയുള്ള ഗതാഗതം വലിയ രീതിയിൽ തന്നെ നിയന്ത്രിച്ചു. ആളുകൾ കടന്നു വരേണ്ട ഒരു വഴിയാണ്. ഈ വഴിയായിരിക്കും ആളുകൾ കടന്നു വരിക. പിന്നീട് മൃതദേഹം കണ്ടതിന് ശേഷം, അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിച്ചതിന് ശേഷം തൊട്ടടുത്ത വഴിയിലേക്ക് ആളുകൾ പോകുകയും ചെയ്യും. എന്തായാലും നമ്മളിപ്പോഴുള്ള ചങ്ങമ്പുഴ പാർക്ക് രാവിലെ മുതൽ തന്നെ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. സാറ് കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. കാരണം നമുക്കിപ്പോൾ VVIPകളായിട്ട് നമ്മളുടെ ബഹുമാനപ്പെട്ട കേരള ഗവർണർ അദ്ദേഹവും പിന്നെ ഗോവ ഗവർണർ അദ്ദേഹവും ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഈ സംഭവത്തിൽ അനുശോചിക്കുന്നതിനായിട്ട് നാനാഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ വ്യക്തിതുറകളിൽപ്പെട്ട ആൾക്കാർ ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ കനത്ത ഒരു പോലീസ് സന്നാഹത്തെ നമ്മളിവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഏത് വഴിയായിരിക്കും ആളുകളെ കടത്തിവിടുന്നത്? അപ്പോൾ നമ്മൾ VVIPകൾക്ക് നമ്മൾ ഈ എൻട്രൻസാണ്. കാരണം അത് മെയിൻ റോഡായതുകൊണ്ട് ഗതാഗത തടസ്സം ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഗേറ്റാണ് നമ്മൾ VVIPകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിഫർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഗേറ്റാണ്. നാട്ടുകാർ ഇവിടെ തന്നെയായിരിക്കും കടത്തിവിടുന്നത്? അതെ, പബ്ലിക്കിനും ഒക്കെ നമുക്ക് ഈ ഒരു ഗേറ്റാണ്. കാരണം മെയിൻ റോഡിലൂടെയുള്ള ഗതാഗതം തടസ്സം ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാണ് പ്രിഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ജനബാഹുല്യം കണക്കിലെടുത്ത് നമ്മൾ ചിലപ്പോൾ ആ ഒരു ഗേറ്റിലൂടെയും നമ്മൾ കടത്തിവിടാൻ സാധ്യതയുണ്ട്. അദ്ദേഹം പറയുന്നത് പോലെ തന്നെ ഈ വഴിയാണ് ആളുകളെ കൂടുതലായി കടത്തിവിടുന്നത്. എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാമചന്ദ്രനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇതിന് വളരെ വേദനാജനകമായ ഒരു അവസ്ഥ തന്നെയാണിത്. കാരണം കുടുംബത്തോടൊപ്പം വേനലവധി ആഘോഷമാക്കാൻ കശ്മീരിലേക്ക് പോയ ഒരു കുടുംബത്തിനാണ് ഇത്തരത്തിലൊരു സ്ഥിതി ഉണ്ടായത്. നമുക്ക് വിവരങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരാം. അതിനു മുമ്പ് ആസിഫ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആസിഫ്, മൃതദേഹം ചങ്ങമ്പുഴ പാർക്കിലേക്ക് മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ? തീർച്ചയായും അല്പസമയത്തിനകം തന്നെ മൃതദേഹം ചങ്ങമ്പുഴ പാർക്കിലേക്ക് മാറ്റും. ഇപ്പോഴും മൃതദേഹം ആശുപത്രിയുടെ മോർച്ചറിയിലാണുള്ളത്. ഇവിടെ നിന്ന് അല്പസമയത്തിനകം തന്നെ മൃതദേഹം ആംബുലൻസിൽ ചങ്ങമ്പുഴ പാർക്കിലേക്ക് എത്തിക്കും. ചങ്ങമ്പുഴ പാർക്കിൽ എത്തിച്ച് അവിടെയാണ് പൊതുദർശനം നിശ്ചയിച്ചിട്ടുള്ളത്. 7 മണി മുതൽ 9 മണി വരെയാണ് ചങ്ങമ്പുഴ പാർക്കിലുള്ള പൊതുദർശനം നിശ്ചയിച്ചിട്ടുള്ളത്. കേരള ഗവർണറെ കൂടാതെ തന്നെ ഗോവ ഗവർണർ ശ്രീധരൻപിള്ള അടക്കമുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. മന്ത്രിമാർ, MLAമാർ, MP മാർ തുടങ്ങി സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ, രാഷ്ട്രീയ നേതാക്കൾ, അതുപോലെ തന്നെ മറ്റ് ആളുകൾ എല്ലാവരും ഈ ഒരു പൊതുദർശന സമയത്ത് ആദരാഞ്ജലികൾ അർപ്പിക്കാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനും എത്തും. ഞാനിപ്പോൾ ഉള്ളത് മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ള ആശുപത്രിക്ക് മുമ്പിലാണ്. മക്കളടക്കമുള്ളവർ ഇപ്പോൾ ഈ ആശുപത്രിക്ക് മുമ്പിൽ ഉണ്ട്, ബന്ധുക്കളടക്കമുള്ളവരുണ്ട്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഇവിടെ നിന്ന് പുറത്തേക്ക് എത്തിച്ച് എന്തായാലും മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യമാക്കിയിട്ടുള്ളത്. അടുത്ത ബന്ധുക്കളടക്കമുള്ളവരാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇവിടെ നിന്ന് അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് എടുക്കാൻ കഴിയുമെന്നാണ് ബന്ധുക്കളും പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ അടുത്ത ബന്ധുക്കളടക്കം വിദേശത്ത് നിന്ന് എത്താനുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മിനിഞ്ഞാന്ന് എത്തിച്ച മൃതദേഹം ഇന്ന് സംസ്കരിക്കും.
നടപടികളിലേക്ക് കടക്കുകയും ചെയ്തത്. 9:30 വീട്ടിലേക്ക് എത്തിക്കുന്ന മൃതദേഹം പിന്നീട് 12 മണിയോടുകൂടിയാണ് സംസ്കാര നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ബന്ധുക്കൾ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് എന്ന് നമുക്ക് അറിയാം. കശ്മീരിൽ ജീവൻ പൊലിഞ്ഞ മലയാളിയുടെ കാര്യമെന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടു കൂടി കുടുംബത്തിനൊപ്പം കുടുംബത്തോടൊപ്പം ഇവിടെ നിന്ന് കശ്മീരിലേക്ക് പോയതാണ്. പക്ഷേ അവിടെ അദ്ദേഹം ഭീകരരുടെ ആക്രമണത്തിന് അതിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ആ ഒരു സംഭവത്തിന് ശേഷം വലിയ ഞെട്ടലിലായിരുന്നു ഈ നാട് ഒന്നാകെ ഉള്ളത് എന്ന് നമുക്ക് അറിയാം. മകൾക്കും പേരക്കുട്ടികൾക്കും ഭാര്യയ്ക്കുമൊപ്പമാണ് അദ്ദേഹം ഇത്തരത്തിൽ ജമ്മു കാശ്മീരിലേക്ക് പോയത്. മകളുടെയും പേരക്കുട്ടികളുടെയും മുമ്പിൽ വെച്ചാണ് അദ്ദേഹത്തിന് ഈ ഒരു ദാരുണമായ അന്ത്യം നേരിടേണ്ടി വന്നത് എന്നുള്ള കാര്യവും നമുക്ക് അറിയാം. ദുബായിൽ സ്ഥിരതാമസക്കാരായ മകൾ ആരതിയും കുട്ടികളും വിഷു ആഘോഷിക്കാനാണ് ഇടപ്പള്ളിയിലെ വീട്ടിലേക്ക് എത്തിയത്. ആ ഒരു ഈ യാത്ര അവിടെ നിന്ന് കൂടുതൽ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കും മറ്റും ഒരു സന്തോഷകരമായ കുറച്ച് നിമിഷങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ ജമ്മു കാശ്മീരിൻ്റെ താഴ്വരയിലേക്ക് എത്തുന്നത്. അവിടെ വെച്ച് പക്ഷേ വളരെ ദാരുണമായ ഒരു സംഭവത്തിൻ്റെ ഇരകളാക്കപ്പെടുകയായിരുന്നു അവർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇദ്ദേഹവും വളരെ കുറേ കാലങ്ങളായി വിദേശത്ത് ജോലി ചെയ്തു വന്നിരുന്ന ആളാണ്. അതിനുശേഷമാണ് പ്രവാസ ജീവിതം മറ്റും മതിയാക്കി ഒരു 5 വർഷം മുമ്പ് നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. അതിനുശേഷം ചെറിയ ബിസിനസ്സും അതുപോലെ തന്നെ പൊതുപ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അവിചാരിതമായി കശ്മീരിലെത്തിയ സമയത്ത് ഭീകരാക്രമണത്തിൻ്റെ ഇരയാകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് സർക്കാരിന് വേണ്ടി ജില്ലാ കളക്ടർ അടക്കമുള്ളവർ, മന്ത്രി പി പ്രസാദ് അടക്കമുള്ളവർ ചേർന്ന മൃതദേഹം ഏറ്റുവാങ്ങുകയും ചെയ്യുകയായിരുന്നു. അന്ന് അവിടെ ചെറിയ ഒരു പൊതുദർശനം നടത്തിയതിനു ശേഷം മൃതദേഹം ആശുപത്രിയുടെ മോർച്ചറിയിലേക്ക് മാറ്റുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അവിടെ നിന്നാണ് അല്പസമയത്തിന് മൃതദേഹം ചങ്ങമ്പുഴ പാർക്കിലേക്ക് എത്തിക്കുക. ചങ്ങമ്പുഴ പാർക്കിൽ എത്തിച്ചിരിക്കുന്ന സജ്ജീകരണങ്ങൾ അവിടെയാണ് പൊതുദർശനത്തിന് ഉള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. 9 മണിവരെയാണ് ഇപ്പോൾ പൊതുദർശനം സ്വീകരിച്ചിട്ടുള്ള സമയമായി നിശ്ചയിച്ചിട്ടുള്ളത്. 9:30 മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 12 മണിക്ക് ഇടപ്പള്ളി പൊതുശ്മശാനത്തിൽ സംസ്കാരം നടക്കുകയും ചെയ്യും. എന്തായാലും ഇവിടെ മൃതദേഹം ഇപ്പോൾ ചങ്ങമ്പുഴ പാർക്കിലേക്ക് മാറ്റുന്നതിനാവശ്യമായുള്ള സജ്ജീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ശരി ആസിഫ്, നാട്ടുകാരുമായി പോലും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു പൊതുപ്രവർത്തകൻ കൂടിയായിരുന്നു രാമചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ ആകസ്മിക വിയോഗ വാർത്ത ഒരു നാടിൻ്റെ ആകെ വേദനയായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഇന്ന് തന്നെ ഉണ്ടാകും. രാവിലെ 7:30 മുതൽ 9:30 വരെ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനം ഉണ്ടാകും. തുടർന്ന് 11-ന് ഇടപ്പള്ളി പൊതുശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. വിവരങ്ങൾ നൽകിയത് ആസിഫാണ്.